കാണിച്ചു തരാം. ആളുടെ ബില്ലെടുത്തു, ആളുടെ കൺസപ്ഷൻ നോക്കി, കൺസപ്ഷൻ 500 യൂണിറ്റ് ആണ് 2 മാസം കൂടുമ്പോൾ. അപ്പൊ 60 കൊണ്ട് കഴിച്ചു, 500നെ 60 കൊണ്ട് കഴിച്ച് 60 അല്ലേ, അപ്പൊ ഒരു ദിവസത്തെ യൂണിറ്റ് കിട്ടി ഇല്ലേ? 10 യൂണിറ്റ് ആണെന്ന് വെച്ചു ആവറേജ്. അപ്പൊ നമ്മുടെ 1 കിലോ വാട്ട് സോളാർ സിസ്റ്റം വെച്ചാൽ 4 യൂണിറ്റ് കറക്റ്റാണ് പ്രൊഡക്ഷൻ ആവറേജ് ഇയർലി. അപ്പൊ ഈ 10 യൂണിറ്റ് ആണ് അവരുടെ ഉപയോഗം. അപ്പൊ എത്ര യൂണിറ്റ് വെക്കണം, എത്ര കിലോ വാട്ടിന്റെ സിസ്റ്റം വെക്കണം? 3 കിലോ വാട്ടാണ് ഏറ്റവും ചെറുത്. 3 കിലോ വാട്ടിന്റെ സിസ്റ്റം വെച്ചാൽ എത്ര വരും? 12 യൂണിറ്റ് കിട്ടില്ലേ? അപ്പൊ ഇദ്ദേഹത്തെ എത്ര എന്റെ സിസ്റ്റം വെക്കാൻ മതി? 3ന്റെ മതി. കേട്ട, സിമ്പിളാണ്. പക്ഷെ അത്ര സിമ്പിൾ അല്ല ഇത്. ഇത് ഇച്ചിരി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇത് വെക്കാനായിട്ട്. പക്ഷെ ഇതിന്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞു. പകൽ സമയം കറണ്ട് ഉണ്ടാക്കി നമ്മുടെ ഈ ബാറ്ററി നിറഞ്ഞു വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഫുള്ള് പകലത്തെ ഉപയോഗം ഓഫ് ഗ്രിഡാണ്. എടുക്കണം അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുക. 6 മണി കഴിഞ്ഞ് സോളാർ പ്രൊഡക്ഷൻ നിന്നു അല്ലേ? അപ്പോ സ്റ്റിൽ കണ്ടിന്യൂ ബാറ്ററി നിർത്തുകൊണ്ടിരിക്കും വീട്. കാരണം എന്താണെന്നറിയോ? ഇത് സ്റ്റഡി വോൾട്ടേജ് ആണ് ബാറ്ററി. ആ വോൾട്ടേജ് നമ്മുടെ 240 കൂടുതലുമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ KCBക്ക് പോവില്ല. ഇതെടുത്തെടുത്തെടുത്തെടുത്ത് ഒരു 60% കഴിയുമ്പോൾ മാത്രമേ ഇത് ചേഞ്ച് ഓവർ ടു KCBയിലാവുള്ളൂ. അത് ഓട്ടോമാറ്റിക് ആയിക്കോളും. അപ്പൊ 60% എടുത്തു, ബാക്കി ഇത് 40% ഉണ്ട്. ഇപ്പൊ KCBയിൽ പോയി. ഇനി KCB എപ്പോഴെങ്കിലും രാത്രി കറണ്ട് പോയാലോ തിരിച്ചത് വീണ്ടും ഈ 40% വരും. അപ്പൊ നമ്മുടെ വീട്ടിൽ കറണ്ട് വരണം പോകുന്നതും നമ്മൾ അറിയത്തില്ല. അൺഇൻറ്ററപ്റ്റഡ് ഇലക്ട്രിസിറ്റിയാണ് ഇത് തരുന്നത്. എന്നാൽ ഓൺ ഗ്രിഡിന് കറണ്ട് പോയാൽ കറണ്ട് ഉണ്ടാവില്ല. നിങ്ങളുടെ ഓട്ടോപ്പുറത്ത് സാധനം വെച്ചിട്ടുണ്ട്, അത് കറണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് കറണ്ട് KCBയിൽ അതിന് ഓഫാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻവെർട്ടർ ഓഫ് ആവും. അതിന് കാരണം എന്താണെന്നറിയോ? ഇത് ഗ്രിഡ് ഇൻവെർട്ടറാണ്. നമ്മുടെ ഉപയോഗം ബാലൻസിൽ നേരെ KCBയിൽ അതിലോട്ട് പോകും. അപ്പൊ KCBയിലെ അവിടെ ലൈഫ് ലൈൻ പഠിക്കാൻ പറ്റൂല. എപ്പോഴും കറണ്ട് അല്ലേ, അവർ ഓഫാക്കിയാലും കറണ്ട് വരും. രാവിലെ പോയി വൈകുന്നേരം വന്നാൽ അതുവരെ നമ്മുടെ സോളാറ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എടുക്കാനും പറ്റില്ല, കൊടുക്കാനും പറ്റില്ല. ആ സമയത്ത് അതിൻ്റെ ഒപ്പം ഒരു ഓഫ് വീഡിയോ കൂടി വെക്കുകയാണെങ്കിലോ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പൊ ആക്ച്വലി മറ്റത് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് NISC എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കാണിച്ചതില്ലേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി എന്ന് പറഞ്ഞിട്ട്. ആ NISC എന്ന് പറഞ്ഞ മിനിസ്ട്രി ഓഫ് NICയുടെ കീഴിലാണ് മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജി ഒക്കെ വരുന്നത്. അവർക്ക് കണ്ടീഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഓരോ പ്രൊഡക്ട്സുകൾക്കും ISI മാർക്കുള്ള പ്രൊഡക്ട്സുകൾക്കല്ലേ നല്ലതെന്നൊക്കെ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ്റെ. അതുപോലെ ഇതിനും ചില കണ്ടീഷൻസ് ഉണ്ട്. ഇതിന്റെ രീതിയിലുള്ള സാധനങ്ങളെ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ പെട്ടതാണ് ഈ പറഞ്ഞ KCB ലൈൻ ഓഫ് ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻവെർട്ടർ ഓഫ് ആകും. പക്ഷെ ഓഫ് ഗ്രിഡിന് ആ പ്രശ്നമില്ല. കാരണം എന്താ? ഇത് ഗ്രിഡിലോട്ട് കയറ്റി വിടുന്നില്ല, റിവേഴ്സ് കറണ്ട് പോവില്ല. അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം, ഒരു കുഴപ്പമില്ല. ക്ലിയർ ആയോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് നമുക്ക് പ്രോഫിറ്റ് മോട്ടീവ് ആണെങ്കിൽ ഓഫ് ഗ്രിഡ് എന്ത് മോട്ടീവാ? കംഫർട്ട് മോട്ടീവാണ് അല്ലേ? ഇപ്പൊ ഫാൻ ഇവിടുന്ന് ഓഫായി, ഒരു 5 മിനിറ്റ് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. ഇവിടെ നമുക്ക് ഇൻവെർട്ടർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ചില വീടുകളിൽ AC എങ്ങനെയാണ്? AC ഇല്ലാണ്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ ധാരാളം പേര് തിരിച്ചു വന്നിട്ട് ഇവിടെ താമസിക്കുന്നത് AC ഇല്ലാണ്ട് അവർക്ക് ഒരു രക്ഷയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് AC അടക്കം എപ്പോഴും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് കിട്ടണമെങ്കിൽ ഏതിനെ ആശ്രയിക്കണം? ഓഫ് ഗ്രിഡ്. ക്ലിയർ ആയോ? അപ്പോൾ രണ്ട് പർപ്പസാണ്. ഓൺ ഗ്രിഡ് പ്രോഫിറ്റ് മോട്ടീവാണ്, ഇത് കംഫർട്ട് മോട്ടീവാണ്. രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി വെച്ചു. അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഹൈബ്രിഡ് സിസ്റ്റം. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺ ഗ്രിഡിന് ഒരു ഇൻവെർട്ടർ ഉണ്ട്, കൺവെർട്ടർ. ഓഫ് ഗ്രിഡിന് ഒരു ഇൻവെർട്ടർ ഉണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ 2 സിസ്റ്റം വെക്കുമ്പോൾ 2 ഇൻവെർട്ടർ ഉണ്ടായി. പക്ഷെ ഹൈബ്രിഡിന് ഒറ്റ ഇൻവെർട്ടർ ഉണ്ടാവുള്ളൂ. അതിൽ ബാറ്ററി അടക്കം ഉണ്ടായിരിക്കും. ഓക്കെ, ഓൺ ഗ്രിഡ് പോലെ വർക്ക് ചെയ്യും, ഓഫ് ഗ്രിഡിന്റെ പോലെയും വർക്ക് ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം മേടിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ മറ്റ് സാധാരണ സിസ്റ്റത്തിനേക്കാളും ഇച്ചിരി വില കൂടുതലാണ്. കാരണം ഹൈബ്രിഡാണ്. അതാണ് ഒന്നാമത്തെ അതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ്. രണ്ടാമത്തെ നെഗറ്റീവ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എന്തെങ്കിലും കാരണവശാൽ ഷട്ട് ഡൗൺ ആയാൽ ഓണും ഉണ്ടാവില്ല, ഓഫും ഉണ്ടാവില്ല, ഒരുമിച്ച് ഷട്ട് ഡൗൺ ആവും. ക്ലിയർ ആയോ? എന്താ സെപ്പറേറ്റ് വെക്കുകയാണെങ്കിലോ ഒന്നിലേക്ക് ഓൺ ഗ്രിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് ഉണ്ടാവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ എങ്കിലും കുറെ പേരൊക്കെ ഹൈബ്രിഡ് ഇപ്പോൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. KCB പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്പനി ഈ പറഞ്ഞ അടുത്ത ഫെബ്രുവരി മാർച്ചില് നമ്മൾ ജനുവരിയിലാണ് പ്ലാൻ ചെയ്തത്. മിക്കവാറും അത് ഫെബ്രുവരി മാർച്ചോട് കൂടിയിട്ട് നമ്മളുടെ യുഗാർഡ് സോളാറിന്റെയും ഹൈബ്രിഡ് സിസ്റ്റം ഇറങ്ങാൻ പോവാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രൊമോട്ട് ചെയ്യും. ഇപ്പൊ കുറച്ച് കമ്പനികൾ പ്രൊമോഷൻ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറല്ല. കാരണം സർവീസ് കിട്ടുമ്പോൾ ഒരു ഉറപ്പില്ല. പക്ഷെ യുഗാർഡ് കമ്പനി നമുക്ക് വിശ്വാസമാണ്, നമുക്ക് സർവീസ് കിട്ടുന്നത് ഉറപ്പാണ്. ക്ലിയർ ആയോ? അതുകൊണ്ട് അത് വരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അറിയിച്ചത് മാത്രം.